എപ്പിസോഡിൽ ചക്കപ്പഴത്തെക്കുറിച്ചാണ് പറയുന്നത്. പച്ചച്ചക്കയും ചക്കപ്പഴവും. എന്താണ് എൻ്റെ ബൊട്ടാണിക്കൽ നെയിം? ആർട്ടോകാർപ്പസ് ഹൈഡ്രോഫൈലിസ് എന്നാണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് പനസ എന്നാണ്. ഫാമിലി മൊറേസിയ ഫാമിലിയാണ്. ഇതെന്താണ് ഈ ഫ്രൂട്ട്? വലിയൊരു ഫ്രൂട്ടാണിത്, വലിയൊരു ഫ്രൂട്ട്. അപ്പോൾ അനേകം പഴങ്ങളുടെ സമ്മേളനമാണ് ചക്കപ്പഴം. പുറന്തോട് കട്ടിയുള്ളതാണ്, മൂർച്ചയില്ലാത്ത മുള്ളുകളുണ്ട്. ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഫിലിപ്പീൻസിലും അതോടൊപ്പം തന്നെ ശ്രീലങ്കയിലും കാണുന്നുണ്ട്. വിഷം അല്പം പോലും കലരാത്ത ഒരു ഫ്രൂട്ടാണ്, ഒരു പച്ചക്കറിയും ഒരു പഴവുമാണ് ചക്കപ്പഴം. ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് BP-യെ കുറയ്ക്കുന്നു. ഫൈബർ ഉള്ളതുകൊണ്ട് കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. ദഹനത്തെ ഇത് വർദ്ധിപ്പിക്കുന്നു. ത്വക്കിന് ഹിതമാണ്, ക്യാൻസറിനെ തടയുന്നു. ഉറക്കമുണ്ടാക്കുന്നു, മുറിവുകളെ ഉണക്കുന്നു. ഇതിന് ആൻറ്റി ക്യാൻസർ ഗുണമുണ്ട്, യൗവനത്തെ നിലനിർത്തുന്നു, ആൻറ്റി അൾസറേറ്റീവ് ഗുണമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള മുറിവുകളെ ഉണക്കാനായിട്ടുള്ള പ്രത്യേക കഴിവതിനുണ്ട്. ചക്ക ആസിഡിറ്റിക്കും വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഉത്തമമാണ്. ചക്കപ്പുഴുക്ക് ഷുഗറുള്ളവർക്ക് കഴിക്കുന്നത് ഉത്തമമാണ്. ഇതിൻ്റെ പ്ലാവില, പഴുത്ത പ്ലാവിലയിട്ട് വെള്ളം തിളപ്പിച്ച് കഴിക്കുന്നത് അതിലൊത്തിരി വൈറ്റമിൻ A ഉണ്ട്, അതുകൊണ്ട് കണ്ണിന് ഉത്തമമായിട്ട് പറയുന്നു. അനാവശ്യ കൊഴുപ്പിന് ഈ പ്ലാവില, മെഡിക്കേറ്റഡ് പ്ലാവില വെള്ളം, അതായത് പ്ലാവിലിട്ട് തിളപ്പിച്ച വെള്ളം കഴിക്കുന്നത് അനാവശ്യ കൊഴുപ്പിനെ ശമിപ്പിക്കുന്നു, കുറയ്ക്കുന്നു. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഉത്തമമായിട്ട് പറയുന്നുണ്ട്. യൗവനത്തെ നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. ചർമ്മത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു, എല്ലുകൾക്ക് ആരോഗ്യം നൽകുന്നു, പ്രമേഹത്തെ ശമിപ്പിക്കുന്നു. സന്ധിവാതമുള്ളവർക്ക് പഴുത്ത പ്ലാവിലിട്ട് വെള്ളം കൊണ്ട് കുളിക്കുന്നതും കുടിക്കുന്നതും ഉത്തമമാണ്. പ്ലാവിലയ്ക്ക് ആൻറ്റി ഫംഗൽ ആക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ പഴയ കാലത്തൊക്കെ പ്ലാവില കുത്തിയിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുന്നത് വായ്പുണ്ണിനെയും വയറിലുള്ള അൾസറിനെയും ശമിപ്പിക്കും. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നമ്മൾ ഈ പ്ലാവില കുമ്പിൾ പോലെ കുത്തിയിട്ട് അതുകൊണ്ട് കഞ്ഞി കുടിക്കുന്നത്. വൈറ്റമിൻ A ഉണ്ട്, C ഉണ്ട്, B1 ഉണ്ട്, നിയാസിൻ ഉണ്ട്, തയാമിൻ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, റൈബോഫ്ലാവിൻ ഉണ്ട്, കാൽസ്യം ഉണ്ട്, പിന്നെ നാരുകളുണ്ട്. ഇത് റിച്ചായിട്ട് സമ്പന്നമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്.